കൊന്നിച്ചുവ മിനസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മൾ നോക്കാൻ പോകുന്നത് സോളോ ലെവലിങ്ങിൻ്റെ സീസൺ 5 ആണ്, അഥവാ സൈഡ് സ്റ്റോറീസിൻ്റെ എപ്പിസോഡ് 5 ആണ്. പിന്നെ ഒരു കാര്യം, പുറത്ത് നല്ല മഴയുണ്ട്. സോ മഴ വന്നും പോയി നിൽക്കും. അതിനനുസരിച്ച് സൗണ്ടിൻ്റെ കാര്യത്തിലും ചെറിയൊരു വ്യത്യാസം കാണും. സോ ആ ഒരു കാര്യത്തിൽ നിങ്ങളെല്ലാവരും ക്ഷമിച്ചേക്ക്. പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അങ്ങനെ ഈ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് നമ്മുടെ ജിനു തിരിച്ചു വന്നിട്ടുണ്ടല്ലോ. അത് കഴിഞ്ഞ് അവൻ്റെ വീട്ടുകാരെ കാണുന്ന ആ ഒരു സീനിൽ അവൻ പറയുന്നുണ്ട് അവനൊരു നൈറ്റ് മെയർ കണ്ടെന്ന്. ഇത് കേട്ട് അവൻ്റെ അച്ഛൻ ചിരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ആ ചിരിയുടെ ഉള്ളിൽ പുള്ളിക്കാരൻ നന്നായിട്ട് വേദനിക്കുന്നുണ്ടായിരുന്നു. ആരോട് ഒന്നും പറയാതെ പുള്ളിക്കാരൻ അന്ന് അവിടെ വേദനിക്കുന്നുണ്ടായിരുന്നു. സോ എൻ്റെ മകൻ ഏത് ഡിസിഷനാണ് എടുത്തത്? ഷാഡോ മോണാർക്ക് ഇവിടെ തന്നെ നിൽക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പുള്ളിക്കാരൻ പറഞ്ഞത് ഇവിടെ നിൽക്കുന്ന ഓരോ സെക്കൻഡും ഓരോ നിമിഷവും അവന് വളരെയധികം വേണ്ടപ്പെട്ടതാണെന്നാണ്. പിന്നെ ഷാഡോ മോണാർക്ക് താങ്കളുടെ മകനോട് താങ്കളിത് സീക്രട്ടായിട്ട് വെക്കാനാണ് തീരുമാനിച്ചത്. പിന്നല്ലാതെ അവനതല്ലേടെ ആവശ്യം. സോ അവൻ്റെ നന്മയ്ക്ക് വേണ്ടി താങ്കൾ അങ്ങനെ തന്നെ ചെയ്യാൻ പോകുവാണല്ലേ? ഞാനിവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ റൂളേഴ്സ് ഒരിക്കലും ഇവിടുത്തെ ഒരു കാര്യത്തിനും ഇടപെടുന്നതല്ല. അവർ പിന്നെ അവരുടെ വഴി നോക്കിയുള്ളൂ. അല്ല, അത് മാത്രമല്ല എൻ്റെ അവസാനം അത് തന്നെയായിരിക്കും. പക്ഷേ എനിക്ക് ഒട്ടും പ്രശ്നമൊന്നുമില്ല. ഞാൻ നന്നായിട്ട് തന്നെ എല്ലാം എൻജോയ് ചെയ്തിരുന്നു. ഷാഡോ മോണാർക്കിന് വേണ്ടി വെയിറ്റ് ചെയ്തതും ബാക്കിയുള്ളതെല്ലാം. റൂളേഴ്സ് താങ്കളോടും ജിനുവിനോടും വളരെയധികം കടപ്പെട്ടിട്ടുണ്ട്. സോ ഞാൻ പോകുന്നതിന് മുമ്പ് അവസാനമായി താങ്കൾക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പഴയ ടൈമിലെ എൻ്റെ എല്ലാ മെമ്മറീസും നിനക്ക് മായ്ച്ചു കളയാൻ സാധിക്കുമോ എൻ്റെ മനസ്സിൽ നിന്ന്? തീർച്ചയായും അത് സാധ്യമാകും. പക്ഷേ താങ്കൾക്ക് അത് തന്നെയാണോ വേണ്ടത്? സത്യം പറഞ്ഞാൽ കുറച്ച് പാടാണ്. നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എൻ്റെ മകൻ്റെ ഫ്രണ്ടിൽ എത്ര നാളെന്നും പറഞ്ഞാണ് ഞാനിങ്ങനെ നാടകം കളിച്ചിരിക്കുന്നത്. സോ അത് മാത്രമല്ലടാ, എനിക്ക് അവൻ്റെ ഒരു അച്ഛനാകണം, ഒരു നോർമൽ ഫാദർ. എനിക്കവൻ ഒരു ഷാഡോ മോണാർക്കൊന്നുമില്ലല്ലോ, എൻ്റെ പ്രിയപ്പെട്ട മകനല്ലേ. സോ അവന് വേണ്ടിയുള്ള ഒരു അച്ഛനായി എനിക്ക് മാറണം. ഇത് കേൾക്കാനത്ത് പുള്ളിക്കാരൻ പറയുന്നുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ നടത്തി തരാം. ഈ ഒരു കഫ വിട്ട് നീ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും തന്നെ നീ ഓർക്കുന്നതല്ല, പഴയ കാലത്തെ ഒന്നും തന്നെ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ തൻ്റെ പവേഴ്സ് ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ സംസാരിച്ച കാര്യം പോലും താങ്കൾക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടെന്ന് വരത്തില്ല. പക്ഷേ എങ്കിലും താങ്കൾക്ക് ഇനിയെങ്കിലും ഒരു സമാധാനമുള്ളൊരു ജീവിതം കെട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ കാണിക്കുന്ന ഒരു പാർട്ടിയാണ്. കുറേയധികം പിള്ളേർ അവിടെ നിന്ന് വെള്ളമൊക്കെ അടിച്ച് നല്ല ബഹളമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. കോപ്പ്, ഞാൻ നല്ല നെർവസാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലത്തെ ഒരു ന്യൂ കമ്പേഴ്സിൻ്റെ പാർട്ടിയൊക്കെ അറ്റൻഡ് ചെയ്യുന്നത്. പക്ഷേ ഇത്ര നല്ലൊരു വെൽത്തി ഫാമിലിയിൽ നിന്ന് ഞാൻ വന്നിട്ട് കൂടിയും ഈ ഒരു സെൻറ്റ് ഇവിടെ ഇരിക്കുന്നതും ഈ ഒരു വ്യൂ ഒക്കെ എനിക്ക് വളരെയധികം ഫെമിലിയർ ആയിട്ടുണ്ട്. എന്താണെന്ന് മനസ്സിലാകുന്നില്ല. പെട്ടെന്നായിരുന്നു ഒരു സീനിയർ വന്ന് അവൻ്റെ അടുത്തിരിക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ ജിൻഹോ, നീ റിലാക്സ് ആകുക. നീ ബാക്കിയുള്ളവരുടെ മുഖത്തേക്ക് നോക്കി അവർ അടിച്ച് പൊളിക്കുകയാണ്. നീ അതുപോലെ റിലാക്സ് ആയിട്ടിരിക്കാൻ നോക്ക്. നിനക്ക് എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് മാത്രം കണ്ടാൽ മതി. അങ്ങനെ തന്നെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു സീനിയറുണ്ട്. അവനെ സൂക്ഷിക്കണം. അവൻ കുറച്ച് പ്രശ്നക്കാരനാണ്. സത്യം പറഞ്ഞാൽ അവൻ ഇഷ്യൂ ഒന്നും ഉണ്ടാക്കി ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ നമ്മളെ ജൂനിയേഴ്സുമായിട്ട് അവൻ അത്ര വലിയ ടൈപ്പിലൊന്നുമില്ല. എന്നാലും അവൻ അവിടെ ഒന്ന് നിൽക്കാൻ നേരത്തന്നെ നമുക്ക് നന്നായിട്ട് പേടി വരും. പിന്നെ പേടി എൻ്റെ അച്ഛനെ വെച്ച് കമ്പയർ ചെയ്യാൻ നേരത്ത് അവനൊന്നും ഒന്നുമല്ലെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. നിനക്ക് മറ്റേ പെങ്കൊച്ചിനെ അറിയാവോ? മറ്റേ ഓടുന്നതൊക്കെ അത്യാവശ്യം നല്ല പോപ്പുലറായുള്ള ആര്? ചായോ? ആ അത് തന്നെ. ആ ചാഹയിനില്ലേ, പുള്ളിക്കാരി അവൻ്റെ ഗേൾ ഫ്രണ്ടാണ്. ഓ, ഗേൾ ഫ്രണ്ടോ? പെട്ടെന്നായിരുന്നു അവൻ അവിടേക്ക് വരുന്നത്. ദേ പറഞ്ഞ് നാക്കെടുത്തില്ല, അവൻ ഇവിടേക്ക് വന്നിട്ടുണ്ട്. അനങ്ങാതിരിക്കുന്നതായിരിക്കും നല്ലത്, നമുക്ക് മിണ്ടാതിരിക്കാം. പക്ഷെ പെട്ടെന്ന് ജിനു അവന്മാരുടെ ഫ്രണ്ടിൽ വന്ന് അങ്ങോട്ട് ഇരിക്കുന്നുണ്ട്. ഇത് കാണുന്ന നേരത്ത് മറ്റവൻ പേടിച്ച് വരച്ച് പറയുന്നുണ്ട്, ഞാൻ എന്തായാലും അപ്പുറത്തെ സൈഡിൽ പോയിരിക്കാം സീനിയർ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ നൈസി അവിടുന്ന് ഒഴിഞ്ഞു മാറും. അവനായിട്ട് നൈസി പേടിച്ച് വരച്ചിരിക്കുവാണ്. പെട്ടെന്നായിരുന്നു നമ്മുടെ ജിനു ഒരു ഗ്ലാസ് എടുത്ത് കൊടുക്കുന്നത്. ഇതാ, നീ ഇതങ്ങോട്ട് കുടിക്കുക. ശരിയാണ്, ആദ്യമായിട്ട് കണ്ടതേ ഉള്ളൂ. അപ്പം തന്നെ ഒരു ഗ്ലാസ് മുഴുവൻ ഡ്രിങ്കാണ് എനിക്കവൻ തരുന്നത്. ഇവൻ ശരിക്കും ഒരു പ്രശ്നക്കാരൻ തന്നെയാണെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ അതെടുത്ത് കുടിക്കുന്നുണ്ട്. പക്ഷേ പുള്ളിക്കാരനറിയാം, പുള്ളിക്കാരൻ അത്ര വലിയ കോൺഫിഡൻസ് ഇല്ല പുള്ളിക്കാരൻ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ. എന്നാൽ അപ്പോഴാണ് അവൻ ശരിക്കും ഞെട്ടുന്നത്. ഇത് സീനിയർ, ഇത് സോഡയല്ലേ? പിന്നല്ലാതെ, നിനക്ക് ആൽക്കഹോൾ തന്നു കഴിഞ്ഞാൽ നിനക്ക് കപ്പാസിറ്റി ഇല്ലെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. അല്ലേ ജിൻഹോ, നീ എന്തിനാണ് എന്നെ സീനിയർ എന്ന് വിളിക്കുന്നത്? അത് കേൾക്കാൻ നേരത്ത് എനിക്ക് വളരെയധികം വിഷമം വരും കേട്ടോ. നീ എന്നെ സങ് ജിൻഹു എന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്താടാ, അത് ഇഷ്ടപ്പെട്ടില്ല? അത് കുഴപ്പമൊന്നുമില്ല, ഓക്കെ സങ് ജിൻഹു. പെട്ടെന്നായിരുന്നു പുള്ളിക്കാരൻ ആലോചിക്കുന്നത്, അല്ല ഇവൻ ഇത്ര സീനായിട്ട് പറഞ്ഞിട്ടും ഇതെന്താണ് ഇത്ര നാച്ചുറലായിട്ട് തോന്നുന്നത്? ഞാൻ ഇവനെ ഇതിനു മുമ്പ് എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടെന്ന് പറയാൻ നേരത്ത് ജിൻവു അവനൊരു ചേഴ്സ് പറയുന്നുണ്ട്. അങ്ങനെ സമയം കടന്നുപോയി. നമ്മുടെ ജിൻവുമായിട്ട് ഒരു സ്ഥലത്തൂടെ നടന്നിരിക്കുകയായിരുന്നു. ജിൻഹുവിനായിരുന്നു പുള്ളിക്കാരൻ വിളിച്ചുകൊണ്ടിരുന്നത്. അവൻ പറയുന്നുണ്ട്, എടാ ഞാൻ എന്തായാലും ഇന്ന് അവിടെ വരത്തില്ല കേട്ടോ. ഒരു കാര്യം ചെയ്യ്, എനിക്ക് പോയിട്ട് നീ തൽക്കാലം അവിടെ നിന്ന് അറ്റൻഡ് ചെയ്യുമോ? ഈ ഒരു സമയത്ത് പുള്ളിക്കാരൻ വിളിച്ചുകൊണ്ട് നടക്കാനത്ത് ഒരു പെൺകൊച്ചി അവൻ്റെ ഓപ്പോസിറ്റ് ഇങ്ങനെ നടന്നു വരുന്നുണ്ടായിരുന്നു. അവനായിട്ട് ഇവളെ കാണാനത്ത് തല കുനിച്ച് നടക്കുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിൽ ക്രോസ് ചെയ്തു. പക്ഷേ പെട്ടെന്നായിരുന്നു ആ പെൺകൊച്ചി തിരിഞ്ഞു നിന്നിട്ട് ചോദിക്കുന്നത്, അല്ല നമ്മൾ ഇതിനു മുമ്പ് എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? പക്ഷെ ജിനു ചിരിച്ചുകൊണ്ട് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മുമ്പിലേക്ക് നടക്കും.
അതാരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. മനസ്സിലായെങ്കിൽ ആ പേര് താഴെ കമന്റ് ചെയ്ത് പറയാൻ മറക്കണ്ട. എന്നിട്ട് പുള്ളിക്കാരി പറയുന്നുണ്ട്, അയ്യോ ഞാൻ ഇതിനെ സ്ട്രേഞ്ചേഴ്സോട്ട് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി തലയെ കഴിച്ചിട്ട് പോകുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഇതൊക്കെ കണ്ട് നമ്മുടെ ജിന്നു ചിരിച്ചുകൊണ്ട് മുമ്പിലേക്ക് നടക്കുകയും ചെയ്യും. പിന്നെ കാണിക്കുന്നത് ഒരു ഡോക്ടറിനെയാണ്. ആ ഡോക്ടർ അകത്തേക്ക് കയറാൻ നേരത്ത് ഒരാൾ പറയുന്നുണ്ട്, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ആ പിന്നെന്താ എന്ന് പറഞ്ഞു പുള്ളിക്കാരെ പൊക്കിയെടുത്ത് വെക്കാൻ നേരത്താണ് ഒരു സാധനം സൈഡിലിരിക്കുന്നത് കാണുന്നത്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, ചെയർമാൻ ഇതെന്താണ്? ഒരു പയ്യൻ കുറച്ച് മുമ്പ് ഇവിടേക്ക് വന്നിരുന്നു. പക്ഷേ എനിക്ക് മനസ്സിലാത്ത കാര്യം എന്ന് വെച്ചാൽ ഇത്രയധികം സെക്യൂരിറ്റി ഉണ്ടായിട്ട് പോലും അവൻ വന്നു പോയത് ഇവിടെ ഒരാൾ പോലും അറിഞ്ഞിട്ടില്ല. എനിക്കറിയാമില്ല അവൻ പറഞ്ഞതൊക്കെ ഞാൻ വിശ്വസിക്കണമെന്ന്. പക്ഷേ അവൻ കുറച്ചധികം കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. ഞാൻ മോൺസ്റ്റേഴ്സുമായിട്ട് ഫൈറ്റ് ചെയ്തെന്നും ഈ ലോകം രക്ഷിക്കാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടെന്നും അങ്ങനെ പല പല കാര്യങ്ങളും പറഞ്ഞു. എന്നിട്ട് അവൻ ഇവിടുന്ന് അപ്രത്യക്ഷനായിപ്പോയി, ഒരു മിറാജ് പോലെ. സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ തന്നെ സാധിക്കുന്നില്ല. അവനാണ് അതെനിക്ക് തന്നത്. ഏറ്റവും അവസാനത്തെ ഒരു ഇതായിട്ടാണ് അവൻ എനിക്ക് തന്നത്. ചെയർമാൻ ഒന്ന് വെയിറ്റ് ചെയ്യ്, അത് വിഷമാണോ എന്ന് പോലും നമുക്കറിയാമല്ല. പിന്നെ ഈ ഒരു അവസ്ഥയിൽ എന്ത് വിഷമെന്നാണ് നീ പറയണത്? എന്നിട്ട് പുള്ളിക്കാരൻ അതെടുത്ത് കുടിക്കാൻ വേണ്ടി തുറക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയും ചെയ്യും, ഒരു കാര്യം കൂടെ നീ ഓർത്തേക്കണം, ഞാനിത് കുടിച്ചിട്ടും ജീവനോടെ ഇല്ലെങ്കിൽ ഈ ഒരു കാര്യം നീ എൻ്റെ ആ ഒരു കല്ലറയിൽ എഴുതി വെക്കണം. ചെയർമാൻ അവസാന നിമിഷം വരെ ഈ ഒരു ഇൽനെസ്സിന് വേണ്ടി ഫൈറ്റ് ചെയ്തു. പക്ഷേ എത്രയും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ അത് തുറന്ന് അങ്ങോട്ട് കുടിക്കുന്നുണ്ട്. എന്നിട്ട് പുള്ളിക്കാരൻ അതവിടെ ഒഴിച്ചിട്ട് കിടക്കുവാണ്. അങ്ങനെ ആ ഡോക്ടറും അവിടെ നിന്ന് പോകുന്നുണ്ട്. പുള്ളിക്കാരൻ പറയുന്നുണ്ട്, എന്തുണ്ടെങ്കിലും വിളിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കടന്നുപോയി. വെയിലടിച്ചു, തിളങ്ങി, ആകാശം വളരെയധികം പ്രകാശമായി. പുള്ളിക്കാരൻ കൈ നൈസിലൊന്നും വിറക്കുന്നുണ്ടായിരുന്നു. തൻ്റെ ഹൃദയത്തിലേക്ക് ആ കൈ മുറുക്കി പിടിച്ച് അമർത്തി പിടിച്ച് പുള്ളിക്കാരൻ പതുക്കെ തൻ്റെ കണ്ണുകൾ തുറക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മുടെ ചെയർമാൻ രക്ഷപ്പെട്ടിരിക്കുന്നു. സൂര്യപ്രകാശം വളരെ മനോഹരമാണല്ലെന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ അവിടെ കിടക്കുവാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഡ്രാഗൺ കിങ്ങിനാണ്. പുള്ളിക്കാരൻ പറയുന്നുണ്ട്, ഞാനാണ് ആദ്യത്തെ മൊണാർക്ക് ഇവിടേക്ക് ജനിച്ചു വീണത്. അതുകൊണ്ട് തന്നെ ഞാനൊരു സ്ട്രോങ്ങസ്റ്റ് മൊണാർക്കായിരുന്നു. ഞാനായിരുന്നു എല്ലാം ഭരിച്ചുകൊണ്ടിരുന്നത്. എല്ലാവർക്കും എന്നെ പേടിയായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും എന്നെ റെസ്പെക്ട് ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് എനിക്ക് ആ പേര് വീണത്, ഡ്രാഗൺ എംപറർ. ഒരു ദിവസം, ഒരു നോർമൽ ദിവസം ഞാൻ ആ ഡയമെൻഷണൽ ക്രാക്കിൽ വെയിറ്റ് ചെയ്യുമായിരുന്നു എൻ്റെ സോൾജേഴ്സുമായിട്ട്, മില്യൺസ് ഓഫ് സോൾജേഴ്സുമായിട്ട് ഭൂമിനെ അറ്റാക്ക് ചെയ്യാനായിട്ട്. പക്ഷേ പിന്നെ ഞാൻ കണ്ണും തുറക്കാൻ നേരത്ത് ഞാൻ ഈ ശരീരത്തിൻ്റെ ഉള്ളിലാണ്. ഇതാരാണ്? ഇവനെ കണ്ടിട്ട് വളരെയധികം വീക്കായിട്ട് തോന്നുന്നല്ലോ. പൊട്ടൻ തന്നെ. ഇവൻ്റെ പേര് സങ് ജിൻവു എന്നാണ്. ഇവനൊരു ടീനേജറാണ്. ഇവനൊരു റാങ്കറാണ്. അതുമാത്രമല്ല ഇവന് പ്രത്യേകിച്ച് എബിലിറ്റി ഒന്നുമില്ല. ഇവൻ കറൻ്റ് ഇവൻ്റെ അമ്മയുടെ സിക്നെസ് മാറ്റാൻ വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത്. എനിക്ക് എൻ്റെ മാജിക് കൊണ്ട് എപ്പോൾ വേണമെങ്കിലും അത് റെഡിയാക്കാവുന്നേ ഉള്ളൂ. പക്ഷെ പെട്ടെന്നായിരുന്നു പുള്ളിക്കാരൻ്റെ ഫോൺ അടിക്കുന്നത്. പുള്ളി എടുക്കാൻ നേരത്ത് ഒരു പെൺകൊച്ചു കിടന്ന് ചീത്ത വിളിക്കുവാണ്, ഹണ്ടർ സങ് താങ്കൾ ഇത് എവിടെ പോയി കിടക്കാണ്? റെയ്ഡ് തുടങ്ങാൻ സമയമായി. താങ്കൾ ലേറ്റ് ആണെന്നുള്ള കാര്യം എന്തെങ്കിലും ബോധമുണ്ടോ? ലേറ്റ് എന്ന് പറയുന്നത് ഒരു വാക്ക് കൊടുത്തത് സമയത്ത് നമ്മളവിടെ ചെന്നില്ല എന്നല്ലേ? അതായത് ഒരു വാക്ക് കൊടുത്തത് തെറ്റിച്ചെന്നല്ലേ? അതൊരിക്കലും പാടില്ല. നീ ഇപ്പോൾ എവിടെയാണ്? ഞാൻ എവിടെയാണെന്നോ? ഞാൻ ഗേറ്റിൻ്റെ ഫ്രണ്ടിലാണ്. ഒന്ന് വരുമോ ഇങ്ങോട്ട്? വരുവന്നാ എനിക്ക് ഫോക്കസ് ചെയ്യണം. ആ പെണ്ണ് എവിടെയാണെന്ന് ഞാൻ കണ്ടുപിടിക്കണം. അങ്ങനെ അടുത്ത സെക്കൻഡ് തന്നെ പുള്ളിക്കാരൻ ആ പെണ്ണുള്ള സ്ഥലം സ്കാൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയും ചെയ്യും, നിന്നെ കണ്ടുപിടിച്ചു. എന്താണ് നീ പറഞ്ഞത്? പെട്ടെന്നായിരുന്നു അവളുടെ പുറകിൽ വന്ന് നമ്മുടെ ജിന്നു നിന്നിട്ട് പറയുന്നത്, ഡ്രാഗൺ കിങ് വന്നിട്ട് പറയുന്നത്, എന്താടി ഞാൻ ലേറ്റായോ? ഇല്ല ലേറ്റ് ആയില്ല. അങ്ങനെ പറ. ഈ ഒരു സമയത്ത് ദൂരെ നിന്നുകൊണ്ട് ഒരുത്തൻ അവിടുന്ന് കോഫി മേടിക്കുന്നുണ്ടായിരുന്നു. ഇത് കാണാതെ ജിന്നുവിനെ അവൻ വിളിക്കുന്നുണ്ട്. സോ ജിന്നുവും പോയി ഒരു കോഫി തിരക്കുന്നുണ്ട്. അപ്പം പറയും ചെയ്യും, സോറി കോഫി കഴിഞ്ഞു പോയി. പക്ഷെ പെട്ടെന്ന് തന്നെ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന കോഫി തട്ടിപ്പറിച്ച് കുടിച്ചിട്ട് കിടന്ന് കാറുന്നുണ്ട്. ഇത് കാണാത്ത എല്ലാവർക്കും ഇവനെന്താ സംഭവിച്ചെന്ന് മനസ്സിലാകുന്നില്ല. അവൻ കുറച്ച് വിയേഡാന്നൊക്കെ പറയുന്നുണ്ട്. പെട്ടെന്നായിരുന്നു ലീവ് എന്ന് പറയുന്നത്, നിന്റെ ഫേസിൽ ഇത് എന്നാ പറ്റി? നിനക്ക് എപ്പോഴും ഇതൊക്കെ തന്നെയുള്ളതെന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് അവരെല്ലാവരും ഗേറ്റിൽ കയറാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. പക്ഷേ അപ്പോഴാണ് ഡ്രാഗൺ കിങ്ങിന് ആ ഒരു കാര്യം മനസ്സിലായത്. ആ ഗേറ്റിന് എന്തൊരു പ്രശ്നമുണ്ട്. അവൻ പറയുന്നുണ്ട്, ഞാനും വരാം, എനിക്കതിൻ്റെ അകത്ത് എന്താണെന്ന് അറിയണം. പിന്നെ അല്ലാതെ നീ വരാതെ മര്യാദക്ക് അകത്തേക്ക് കയറിച്ചില്ല നോക്ക്. പിന്നെ ഒരു കാര്യം, നീ ഇഞ്ചേർഡ് ആയിക്കഴിഞ്ഞാൽ മര്യാദക്ക് നീ നിന്നെ തന്നെ നോക്കിക്കോളെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ അതിൻ്റെ അകത്തേക്ക് കയറുവാണ്. പക്ഷെ പിന്നെ കാണുന്നത് അവിടെയുള്ള എല്ലാ മോൺസ്റ്റേഴ്സിനെയും പുള്ളിക്കാരൻ വലിച്ചിട്ട് കീറുന്നതാണ്. ഇത് കാണാത്ത എല്ലാവരും ഞെട്ടിത്തെറിച്ചു പോകും. പുള്ളിക്കാരൻ പറയുന്നുണ്ട്, ഇവിടെ നിൽക്കുന്നതൊക്കെ എന്തിനു കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ മോൺസ്റ്റേഴ്സിനെ എല്ലാവരും കൊല്ലുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഒരുത്തൻ അവനോട് സംസാരിക്കാൻ വേണ്ടി പോകുന്നതാണ്. പെട്ടെന്ന് വന്ന് അവൻ്റെ ബോധം അങ്ങോട്ട് കളയുന്നത്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കണോ? വേണ്ട, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാ, നമുക്ക് അകത്തേക്ക് പോവാം. അങ്ങനെ അവർ ആ ഗേറ്റിൻ്റെ അടുത്തെത്തി, അതായത് ആ ഡബിൾ ടെൻഷൻ്റെ അകത്തെത്തി. പുള്ളിക്കാരൻ മനസ്സിലായി എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്. നൈസിൽ പുള്ളിക്കാരൻ പോയി അത് തുറക്കുന്നുണ്ട്. ബാക്കിയുള്ളവർ പറയുന്നുണ്ട് വേണ്ടെന്ന്. പക്ഷേ പുള്ളിക്കാരനൊന്നും കേൾക്കത്തില്ല. എന്നിട്ട് അവരുടെ കൂടെയുള്ള ഒരു തന്നെ നേരെ എടുത്ത് അകത്തേക്കിടും.
പക്ഷേ അവനൊന്നും പറ്റിയില്ല. അപ്പോൾ പറയുന്നുണ്ട് സോ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും അതിൻ്റെ അകത്തേക്ക് കയറുവാണ്. അവരെല്ലാവരും ആ ഒരു മോൺസ്റ്റേഴ്സിനെ ബോസ് മോൺസ്റ്ററിനെ എല്ലാം കണ്ടിട്ട് ഇങ്ങനെ കിടന്ന് ഞെട്ടുന്നുണ്ട്. പക്ഷേ അപ്പോൾ നമ്മുടെ ജിന്നു പറയും ഇതാണ് ബോസ് മോൺസ്റ്റർ. ആർക്കും അത് വായിക്കാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷേ നമ്മുടെ ഡ്രാഗൺ കിങ്ങിന് വളരെ എളുപ്പമല്ലേ, പുള്ളിക്കാരൻ അത് വായിക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്നായിരുന്നു ലീ അവനെ വിളിക്കുന്നത്. ജിൻവു അത് നോക്ക്. പക്ഷെ പുള്ളിക്കാരനെ പെട്ടെന്ന് അവളുടെ കൈ തട്ടി മാറ്റുന്നുണ്ട്. ഈ ഒരു സമയത്ത് ആ ഒരു മോൺസ്റ്റർ, അതായത് ആ ഒരു വലിയൊരു മോൺസ്റ്റർ ഉണ്ടല്ലോ, അവൻ അനങ്ങാൻ തുടങ്ങും. എന്നിട്ട് അവനൊരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യും. പക്ഷെ ഏത് കാണുന്ന നമ്മുടെ ഡ്രാഗൺ കിങ് പറയും ചെയ്യും, നീ ഈ ഒരു പവറും കൊണ്ട് എൻ്റെ നേരെയാണ് വരാൻ പോണെന്ന് പറഞ്ഞിട്ട് ആ ഒരു അറ്റാക്ക് പുള്ളിക്കാരൻ ഹെഡ് ഓൺ അങ്ങോട്ട് മേടിക്കുന്നുണ്ട്. എന്നാൽ ഒരു സ്ക്രാച്ച് പോലും പുള്ളിക്കാരന് പറ്റില്ല. പുള്ളിക്കാരൻ അങ്ങനെ തന്നെ ഡ്രാഗൺ ബ്രത്ത് കണ്ട് യൂസ് ചെയ്ത് ആ ഒരു മോൺസ്റ്ററിനെ പൂർണ്ണമായിട്ട് നശിപ്പിച്ച് കളയും. എന്നിട്ട് പറയുന്നുണ്ട് ഇതാണ് പവർ. ഈ ഒരു സമയത്ത് ബാക്കിയുള്ള എല്ലാ സ്റ്റാച്യൂസും കൂടെ അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. ഇത് കാണുന്ന അവനും തിരിച്ച് എല്ലാവരും അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുവാണ്, നിർത്താതെ തന്നെ. ഇതുകൊണ്ട് ബാക്കിയുള്ള മനുഷ്യരൊക്കെ ജീവനും കൊണ്ട് ഓടുവാണ്. കാര്യം അതുപോലെ ഭയങ്കര സീനായിരുന്നു നമ്മുടെ ഡ്രാഗൺ കിങ്. എല്ലാ മോൺസ്റ്റേഴ്സിനെ കൊന്നിട്ട് അതിൻ്റെ മേളിൽ കയറുന്നിട്ട് പറയുന്നുണ്ട് തീർന്നോ, ഇനി ആരുമില്ലേ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ കാറാൻ നേരത്താണ് നമ്മുടെ ആർക്കിടെക്റ്റ് പറയുന്നത്, എടാ നായെ, നീ ആരാണ്? ഞാൻ ഇത്ര നാളും കഷ്ടപ്പെട്ട് ക്രിയേറ്റ് ചെയ്ത ഇതെല്ലാം നീ നശിപ്പിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ നമ്മുടെ ആർക്കിടെക്റ്റ് തൻ്റെ യഥാർത്ഥ രൂപം കാണിക്കാൻ നേരത്ത് നമ്മുടെ ഡ്രാഗൺ കിങ് ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്ത് ഒറ്റയടിക്ക് തന്നെ അവനങ്ങോട്ട് ഇല്ലാണ്ടാക്കുന്നുണ്ട്. നിന്നെപ്പോലൊരു ഫേക്ക് ഞാനായിട്ട് സംസാരിക്കാൻ പോലും പാടില്ല, അതിനുള്ള ധൈര്യം പോലും നിനക്കൊണ്ടാകാൻ പാടില്ല. സോ അവനെ വിളി, യഥാർത്ഥ ആളെ വിളി, ആ പാത്തിരിക്കുന്ന നായനെ വിളി. പക്ഷേ പെട്ടെന്ന് ആ ഒരു വലിയൊരു മോൺസ്റ്റർ ഉണ്ടല്ലോ, പുള്ളിക്കാരൻ പതുക്കെ എഴുന്നേൽക്കുന്നുണ്ട്. നമ്മുടെ ജിൻവുവിൻ്റെ പോലത്തെ പവർ അവൻ്റെ ശരീരത്ത് മുഴുവനുണ്ട്. എന്നിട്ട് പറയും മോണാർക്ക് ഓഫ് ദി ഡിസ്ട്രക്ഷൻ, സോ നീയാണല്ലേ ഇന്നിവിടേക്ക് വന്നിട്ടുള്ളത്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് ഡെസ്റ്റിനിയാണ്, ഇത് നിൻ്റെ അവസാനത്തെ ദിവസമാണ്. ഇത് കേൾക്കാനത് പുള്ളിക്കാരൻ പറയും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ റെഡിയാണ്, വാടാ നായെന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരൻ അങ്ങനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ചാടിയിട്ടുണ്ട്. അങ്ങനെ അവർ തമ്മിലുള്ള ബാറ്റിൽ തുടങ്ങാൻ നേരത്താണ് പെട്ടെന്ന് ജിൻവു കണ്ണ് തുറക്കുന്നത്. അവൻ കിടന്ന് നന്നായിട്ട് വെപ്രാളപ്പെടുന്നുണ്ട്. കോപ്പ് ഒരു സ്വപ്നമാണല്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ ഡ്രാഗൺ കിങ്ങിൻ്റെ നമ്മൾ കണ്ടതെല്ലാം ഒരു സ്വപ്നം മാത്രമായിരുന്നു.